ഹായ് ഹലോ മുത്തുമണീസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ സ്വന്തം ബേക്കലംകോട്ടയിലാണ് കേട്ടോ. അവിടുത്തെ സീ പാർക്ക് എന്ന് പറയുന്ന ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. ഏട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ അവിടെ പോകാണ്ടിരിക്കില്ല കേട്ടോ. അവിടുത്തെ തിരക്ക് നോക്ക്, നൈറ്റാണ് ടൈം കേട്ടോ. നൈറ്റ് ഒരു 9 മണിക്ക് ശേഷമുള്ള സമയത്താണ് അവിടുത്തെ തിരക്ക് ഉണ്ടോ. എപ്പോൾ പോയാലും നല്ല തിരക്കാണ് അവിടെ. നല്ല നല്ല വെറൈറ്റി ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അത് ഉപ്പിലിട്ട ഐറ്റംസ്, മുളകിലിട്ട ഐറ്റംസ്, പിന്നെന്തൊക്കെയാണ്, ചിക്കൻ്റെ ഹെവി ഫുഡ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചായയും ചെറുകടിയൊക്കെ ആയിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുണ്ട്. ഐസ്ക്രീം, ആ രീതിയിലുള്ള ഐറ്റംസ് ആണെങ്കിൽ അതങ്ങനെയുണ്ട്. ഏത് രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് വേണമെങ്കിലും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടില്ലേ എത്ര വെറൈറ്റി ആണെന്ന് നോക്ക്. ബീട്രൂട്ട്, ക്യാരറ്റ്, പപ്പായ, കക്കിരി, മാങ്ങ, പൈനാപ്പിൾ, പേരയ്ക്ക, പിന്നെ തണ്ണിമത്തൻ, അങ്ങനെ ഒരുപാട്. നെല്ലിക്കയൊക്കെ ഉണ്ട് കേട്ടോ. നെല്ലിക്കയുണ്ട്, ചോളമുണ്ട്. പിന്നെ ഇതൊക്കെ ഉപ്പിലിട്ടത് മാത്രമായിട്ടുണ്ട്, മുളകിട്ടത് മാത്രമായിട്ടുണ്ട്. മസാല ഐറ്റംസ് കൂടിയിട്ട് വേറെ ലെവലിൽ അങ്ങനെയുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും എല്ലാ രീതിയിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ പക്ഷേങ്കിൽ ഞങ്ങൾ ഇത്തവണ പോയത്, സാധാരണ ഞങ്ങൾ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോവാറ്. പക്ഷെ ഞങ്ങൾ ഇത്തവണ പോയത് ഫുഡ് കഴിക്കാന്നുള്ള ഇതിൽ പോയതാണ് കേട്ടോ. പിന്നെ ഒരുപാട് റേറ്റും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാല വാങ്ങിച്ചായിരുന്നു. പിന്നെ പത്തിരി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, പൊറോട്ട വാങ്ങിച്ചു, ദീച്ചുവിന് ഫ്രൈഡ് റൈസും വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും ഐറ്റംസ് വാങ്ങിച്ചിട്ട് അത്ര വലിയ ഒരു 600 രൂപയ്ക്ക് ഉള്ളിൽ മാത്രമേ എമൗണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അത്രയും ഒരുപാട് നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്കുള്ള ഒരു റേറ്റോ കാര്യങ്ങളോ ഉള്ള ഫുഡ് ഐറ്റംസോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാൽ ടേസ്റ്റിന് ഒരു ശതമാനം പോലും ഒരു മായം ചേർത്തിട്ടുമില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ എല്ലാവരും ഫുഡ് വന്നപ്പോൾ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ ആ കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എന്തിനാ അവിടെ പോവാറെന്നറിയാലോ, ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ദൂരം പോയിട്ട് അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ. അപ്പോൾ ഓൾറെഡി എല്ലാവരുടെയും വയർ ഫുള്ളാണ്. എന്നാലും അവിടം വരെ പോയിട്ട് നമ്മുടെ ഉപ്പിലിട്ടതൊക്കെ ഒന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം കിട്ടില്ല എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി വാങ്ങിച്ചു കേട്ടോ. നോർമലി 100 രൂപയ്ക്ക് 20 പീസാണ്. 100 രൂപ കൊടുത്താൽ 20 പീസ് എടുക്കാം നമുക്ക്. അത് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ അതിൽ കുറച്ചൊരു ചോളമൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. ബാക്കിയുള്ള ഉപ്പിലിട്ടതും മുളകിലിട്ടതൊക്കെ 100 രൂപയ്ക്ക് 20 പീസ് എടുക്കാം. ഞങ്ങൾ 10 പീസേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. 2 എണ്ണം വെച്ച് കഴിക്കാമെന്ന് വെച്ചിട്ട് അത്രയും കയറത്തുള്ളൂ. കാരണം ഫുഡ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുകയാണ്. ഉപ്പിലിട്ട പൈനാപ്പിൾ ഗൈസ്. പൈനാപ്പിൾ മാത്രം നല്ല ഇഷ്ടം പോലെ വെറൈറ്റി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് വഴക്കടിക്കുന്നു ഗൈസ്, ഒക്കെ ഉണ്ട്. അപ്പോൾ പൈനാപ്പിൾ ഞങ്ങൾ അധികം വാങ്ങിച്ചില്ല ഇന്ന്. ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പയ്യന്നൂരിൽ നിന്ന് ഇവിടം വരെ വരാറുണ്ട്. ഇത് കറക്റ്റ് സ്ഥലം ഏതാ? ബേക്കാച്ചി അല്ലേ? ബേക്കൽ അമ്പലത്തിൻ്റെ ഇത് കഴിഞ്ഞ അടുത്ത അമ്പലമായി കണ്ണാട്ടമ്പലത്തിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പയ്യന്നൂരിൽ നിന്ന് നേരെ കാസർഗോഡേക്ക് പോകുമ്പോൾ. അപ്പോൾ പറഞ്ഞു വന്നത് ഞങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് വരാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഫുഡൊക്കെ കഴിച്ചത് ഇവിടുന്ന് ഫുഡ് കഴിക്കുക ചെയ്തേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇച്ചിരി വാങ്ങിച്ചുള്ളൂ. എന്താ ടേസ്റ്റ് അറിയാം വേണ്ടേ?
ബർത്ത്ഡേ നോക്കുമ്പോൾ അടിപൊളിയാണ്. ഏതാ വയറ് ഫുള്ളായി, അതുകൊണ്ട് വേണ്ടാവല്ലോ ഗൈസ്. അപ്പം ആരേലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ, ഒന്ന് കയറി നോക്കണം. അത്രയും എന്തൊക്കെ ഫുഡ് ഐറ്റംസാ, വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഉപ്പിലിട്ടതുണ്ട്, വറുത്തതുണ്ട്, കരിച്ചതുണ്ട്, പൊരിച്ചതുണ്ട്, സകല സാധന സാമഗ്രികളുണ്ട് ഗൈസ് ഇവിടെ. ആഹാ, നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ നിൽക്കണണ്ട. ഐസ്ക്രീം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ മറ്റേ ഇത് അവിൽ മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എടുക്കുന്നു ഗൈസ്. അപ്പം ഞാൻ അതെടുത്ത് അത് കഴിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അതിനിടയിൽ കുറച്ച് അലമ്പ് ടീംസ് വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറി. അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എവിടെ ചെന്നാലും ഉണ്ടാവുമല്ലോ ഇല്ലേ, അല്ലേ? അങ്ങനല്ലേ, എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടാവൂലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ടാറ്റാ. അപ്പോൾ നമ്മളവിടെ നിന്ന് വിട്ടു കേട്ടോ. ഒന്നും കാണുന്നില്ലല്ലോ, കാണൂല വണ്ടിയിലല്ല നമ്മൾ. അപ്പോൾ പിന്നെ ലൈറ്റ് ഇട്ടാൽ ബുദ്ധിമുട്ടായിരിക്കില്ല ഡ്രൈവിങ്, അതുകൊണ്ടാണ് ലൈറ്റ് ഇടാത്ത കേട്ടോ. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ 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 ബൈ.